ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു കിടിലൻ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നോമ്പ് തുറക്കൊക്കെ പറ്റിയ നല്ലൊരു ഫലൂദ ഡ്രിങ്കാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 2 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു പാക്ക് ജെല്ലി മിക്സ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 75 ഗ്രാംസിൻ്റെ ഒരു പാക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്ട്രോബെറി ഫ്ലേവറിലുള്ളതാണ് ചേർക്കുന്നത്. ഈ ജെല്ലി മിക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലെ പാക്കേജ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ജെല്ലി ക്രിസ്റ്റൽസ് ഒക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ട്രേയിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു വലിയ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള പുഡിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഈ ജെല്ലി മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആവുന്നവരെ തണുപ്പിച്ചെടുക്കാം. ഇനി ഇതുപോലെ തന്നെ ഒരു സോസ് പാനിൽ 2 കപ്പ് വെള്ളം കൂടി തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഫലൂദ സേവ് ഇട്ട് കൊടുക്കാം. ഫലൂദ സേവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സേമിയ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഫലൂദ സേവ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫലൂദ സേവ് നന്നായിട്ട് വെന്ത് വരുന്നവരെ ഇതിനൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഫലൂദ സേവ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്ത് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. സ്ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം 2 ബൗളിലായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത ബൗളിലേക്ക് പിസ്താഷിയോയുടെ എമൽഷൻ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഗ്രീൻ കളറും റെഡ് കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അതേ സോസ് പാനിൽ തന്നെ ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ചവ്വരി ചേർത്ത് കൊടുക്കാം. ചെറിയ ചവ്വരിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് ചേർത്തത്. വലിയ ചവരിയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് സമയം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇത് പെട്ടെന്ന് വെന്ത് വരും. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നവരെ ഇതിന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കറുത്ത കസ്കസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുറച്ച് സമയം ഇതിനെ ഒന്ന് സോക്ക് ചെയ്ത് മാറ്റി വയ്ക്കണം. 10-15 മിനിറ്റ് വെച്ചാൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ ജെല്ലി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ടോ സ്പാച്ചില വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്താൽ മതി. അത് പെട്ടെന്ന് തന്നെ ഇളകി വന്നോളും. ജെല്ലി സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറിലെ ജെല്ലി സെറ്റ് ചെയ്യാം. ഇഷ്ടമുള്ള ഫ്ലേവർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സ്ട്രോബെറി ഫ്ലേവറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു വലിയ ജാറിലേക്ക് 3 കപ്പ് തണുത്ത പാൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫലൂദ സേവ് ഇട്ട് കൊടുക്കാം. 2 കളറിലെ ഫലൂദ സേവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി. റോസ് സിറപ്പിന് അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെർവ് ചെയ്യുന്ന ആ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജെല്ലി ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്കസും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പഴം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതിൻ്റെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ചേർത്ത് കൊടുക്കാം. സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ആപ്പിൾ ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കളർ മാറിപ്പോവും. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗോൾഡൻ കളറിലുള്ള റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന റോസ് മിൽക്കിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഫലൂദ ഒക്കെ കഴിക്കുന്ന പോലെ നല്ല ടേസ്റ്റിയാണ്. നമ്മളിതിലേക്ക് ഐസ്ക്രീം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ.
അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.